പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും മുഷിപ്പ് തോന്നരുത്, മരണവാർത്തയാണ്. നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ മരണവാർത്തയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാലും ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഏറെ പ്രയാസം കാരണം ലേറ്റാകാറുണ്ട്. ഈ ഒരു മരണവാർത്ത ഏറെ വേദനയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. 2 ചെറുപ്പക്കാരുടെ മരണം. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം ഇതുതന്നെയാണ്. ചെമ്പ്ര കൈതക്കുളം സ്വദേശി മർഹൂം മാങ്ങാട്ടേരി മരക്കാർ എന്നിവരുടെ മകൻ ഷൗക്കത്താണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ചെറുപ്പക്കാരാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. ഹൃദയാഘാതം. മരണത്തിന് ഓരോ കാരണങ്ങളുണ്ടാകും. നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം പടച്ച റബ്ബ് ഉണ്ടാക്കിത്തരും. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കാരണങ്ങളാണ് പലവിധങ്ങൾ. ഈ അടുത്തായിട്ട് തന്നെ പല വിധത്തിലുള്ള മരണങ്ങളാണ് ഞങ്ങൾക്കൊക്കെ കേൾക്കാനിടയായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ, ആമീൻ. ഷൗക്കത്ത് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം ആ നാടിന് തന്നെ വലിയൊരു നഷ്ടമാണ്. എവിടെയും ഓടിയെത്തുന്ന എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു ഷൗക്കത്ത്. ഷൗക്കത്തിൻ്റെ മരണം ആ നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി. ഒരു നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് നമുക്ക് നഷ്ടമായത്. നഷ്ടം നമുക്ക് തന്നെയാണ്. നമ്മുടെയൊക്കെ ഭാഗ്യക്കേട് എന്നല്ലാതെ വേറെന്താണ് പറയുക. വിഷമത്തിലായ കുടുംബത്തോടൊപ്പം ഈ ഞങ്ങളും പങ്കുചേരുകയാണ്. ഇവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ച റബ്ബ് തുറന്നു കൊടുക്കുമാറാകട്ടെ, ആമീൻ. പിന്നെ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ്റേത്. നീലാഞ്ചേരി മുസ്ലിം ജമാഅത്തിൽപ്പെട്ട കോളനിയിൽ താമസിക്കുന്ന പുതിയത്ത് വീട്ടിൽ അബുവിൻ്റെ മകൻ റയീസാണ് ഇന്നലെ മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർക്കും എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇന്നലെ വൈകിട്ടായിരുന്നു പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. ഇരുവരുടെയും മയ്യത്ത് ഇന്ന് ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടച്ച റബ്ബ് ഇവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറുപ്പക്കാരാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നല്ലൊരു മാസം നല്ലൊരു ദിവസമാണ് റബ്ബേ മരണപ്പെട്ടു പോയത്. ഇവർ ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളും ഇവരുടെ ഖബറിലേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഖുർആന്റെ വെളിച്ചം നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.